പത്തനംതിട്ട കാട്ടാമല പോലീസ് അതിക്രമത്തിൽ മനുഷ്യാവകാശ കമ്മീഷനിലും SC/ST കമ്മീഷനിലും പരാതി നൽകി സിപിഐഎം ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി നിതിൻ കുമാറാണ് പരാതി നൽകിയിരിക്കുന്നത്. വിവരങ്ങളുമായി സുജു ടി ബാബു ചേരുകയാണ് പത്തനംതിട്ടയിൽ നിന്ന്. സുജു, ഈ അർജുൻ ആയങ്കിയെ തേടിയെന്ന പേരിലാണല്ലോ പോലീസ് ഈ പാവപ്പെട്ട മനുഷ്യരുടെ വീടുകളിൽ കടന്നു കയറി ഈ അതിക്രമങ്ങളൊക്കെ കാണിച്ചത്. ശക്തമായ നിയമ നടപടികളിലേക്ക് അതിന്റെ വഴിയെ നീങ്ങുകയാണോ CPIM? തീർച്ചയായിട്ടും മനു, അങ്ങനെ തന്നെയാണ്. CPIM-ഉം അതുപോലെ ഈ അതിക്രമത്തിന് ഇരയായ വ്യക്തി കൂടിയാണ് ഈ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി നിതിൻ കുമാർ ഉണ്ണി. നിതിന്റെ വീട്ടിൽ പോലീസ് അന്ന് രാത്രി പരിശോധനയ്ക്കായി എത്തുകയും ചെയ്തിരുന്നു. നിതിൻ പരാതിയിൽ കടന്ന പ്രധാനപ്പെട്ട കാര്യം ഇതാണ്. ഒന്നാമത്തെ ആവശ്യം എന്ന് പറഞ്ഞാൽ ഈ വിഷയം സമഗ്രവും സ്വതന്ത്രമായി അന്വേഷണം നടത്തണം. അത് മനുഷ്യാവകാശ കമ്മീഷനും അതുപോലെ തന്നെ പട്ടികവർഗ കമ്മീഷനും ഇക്കാര്യത്തിൽ അന്വേഷണം നടത്തണമെന്നാണ് നിതിന്റെ ഒന്നാമത്തെ ആവശ്യം. മറ്റു പ്രധാനപ്പെട്ട കാര്യം നിതിൻ ചൂണ്ടിക്കാട്ടുന്നത് ഈ പരാതിയിൽ പറയുന്നുണ്ട്, ഒരു സ്ത്രീയുടെ കൈക്ക് പോലീസ് കയറി പിടിക്കുകയും മാറി നിൽക്കടി എന്ന് തുടങ്ങിയ അതായത് മോശമായ രീതിയിൽ ഭാഷയിൽ പോലീസ് ആ സ്ത്രീയോട് പെരുമാറിയെന്നാണ്. അത് വനിതാ പോലീസ് ഉദ്യോഗസ്ഥയല്ല, ഒരു പുരുഷ പോലീസ് ഉദ്യോഗസ്ഥനാണെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കും. ഇന്നലെ അത്തരത്തിലാണ് CPM-ന്റെ മാധ്യമങ്ങൾ കണ്ടപ്പോൾ പറയുകയും ചെയ്തത്. അങ്ങനെയാണ്. എന്തായാലും പോലീസ് അങ്ങനെ അപമര്യാദയായി പെരുമാറി എന്ന ഒരു പരാതി, അതിനോടൊപ്പം തന്നെയാണ് അർദ്ധരാത്രിയിൽ യാതൊരു തെളിവിന്റെ അടിസ്ഥാനത്തിൽ അതിന് പരാതി കൃത്യമായി ചൂണ്ടിക്കാട്ടുന്നുണ്ട്. എന്ത് സാഹചര്യത്തിലാണ് പോലീസ് അവിടെ എത്തിയത്, അതായത് അർജുൻ ആയങ്കിയെ അവിടെയുണ്ടെന്ന് ആരാണ് വിവരം നൽകിയത്, അത് ഏത് തരത്തിൽ സ്ഥിരീകരിച്ചിട്ടാണ് അവിടെ എത്തിയെന്നുള്ള തരത്തിലും കണ്ടെത്തേണ്ടതുണ്ട്. മാത്രമല്ല പോലീസിന്റെ കൈവശമുള്ള ക്യാമറകൾ പരിശോധിക്കണം, അത് പിടിച്ചെടുത്ത് പരിശോധന നടത്തണം. സാധ്യമായ രീതിയിലെല്ലാം തന്നെ അന്വേഷണം നടത്തി കുറ്റക്കാർക്കെതിരെ ഉചിതമായ നടപടി സ്വീകരിക്കണമെന്നാണ് ഇതിന് ചൂണ്ടിക്കാട്ടുന്നത്. രാത്രി 10:30 തന്നെ കീഴാഴ്പ്പുറത്ത് പോലീസിലെ SHO വന്ന കാര്യങ്ങൾ തിരക്കിയതാണ്. ആ സമയത്ത് തന്നെ ഇവിടെ ഒളിപ്പിക്കാൻ യാതൊരു സാധ്യതയുമില്ല, അതിന് സാധ്യവുമല്ല എന്ന തരത്തിലുള്ള കാര്യങ്ങൾ, ഒളിപ്പിക്കാനുള്ള സാഹചര്യമില്ല എന്നൊക്കെ ചൂണ്ടിക്കാട്ട് പിന്നെ അർദ്ധരാത്രിയിൽ വന്ന് നടത്തിയ പരിശോധനയ്ക്കെതിരെയാണ് ഇതിനിപ്പോൾ പരാതിയുമായി മുമ്പോട്ട് വന്നിരിക്കുന്നത്. സുജു ടി ബാബു പത്തനംതിട്ടയിൽ നിന്ന് ആ വിവരങ്ങൾ.